ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോക്സ് പ്ലേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ബോക്സ് പ്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്ലേറ്റിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അളവിലുള്ള ലെങ്ത്തിലുള്ള തുണി എടുക്കാൻ ഞാനിപ്പോൾ ഒരു പീസിൽ ഇത് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിട്ട് വരുന്നത് 45 ഇഞ്ചിലാണ്. ടോട്ടൽ 45 ഇഞ്ച് വിട്ടുണ്ട് എൻ്റെ ഈ പീസിന്. അപ്പോൾ നിങ്ങൾ എത്ര വിട്ടുണ്ടോ ആ വിട്ടിലെടുക്കുക. ഞാനിപ്പോൾ 2 ഇഞ്ച് വീതിയിൽ ബോക്സ് പ്ലേറ്റഡാണ് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാം. അതിൽ കുറവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്ലേറ്റുകളായി പോകും. ഞാനിപ്പോൾ 2 ഇഞ്ചിലിങ്ങനെ ടേപ്പ് നിവർത്തി വെച്ചിട്ട് 2 ഇഞ്ചിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കുള്ള തുണിയുടെ വിട്ട് വരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ഇഞ്ചിൽ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ 2 ഇഞ്ചിൽ എത്ര വിട്ടിലാണ് നമുക്ക് പ്ലീറ്റുകൾ കിട്ടുന്നതെന്ന്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതേപോലെ വരച്ചിടുക. എന്നിട്ട് കുറച്ച് പിന്നെ ഇതേപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഒന്നാമത്തെ വര അത് മൈൻഡ് ചെയ്യേണ്ട. രണ്ടാമത്തെ വരയുണ്ടല്ലോ, വരച്ച വര, അത് മുന്നിലേക്ക് കൊണ്ടുവന്ന് ആദ്യം ഫസ്റ്റ് വരച്ച വരയിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നമ്മൾ രണ്ടാമത്തെ വര ഒന്നാമത്തെ വരയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചു. അതിനുശേഷം അടുത്ത് വരച്ചതുണ്ടല്ലോ, അടുത്ത് വരച്ച വര പിന്നിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചു. അങ്ങനെ പിൻ ചെയ്ത് വെച്ചു. ഇനി ചെയ്യേണ്ടത്, നമ്മളുടെ അടുത്ത വര വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ പ്ലീറ്റിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കുക. അടുത്ത വര പിന്നിലേക്ക്, അടുത്ത വരയിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കുക. നമ്മൾ ഇതേപോലെ മുന്നിലേക്കും പിന്നിലേക്കും വെച്ചാണ് ഈ പ്ലേറ്റ് മൊത്തം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ പ്ലേറ്റ് ഇടുമ്പോഴും നമ്മൾ ആ പ്ലേറ്റിൻ്റെ അറ്റം വരെ ഒന്ന് വലിച്ച് നേരെയാക്കി കൊടുക്കുക. ഇനി അടുത്ത പ്ലേറ്റ് നമ്മൾ മുന്നിലേക്ക് ഇതേപോലെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചു. ഒട്ടും ഗ്യാപ്പില്ലാതെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കുക. അടുത്ത വരയിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും പിന്നിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചു. പിന്നിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പിൻ ചെയ്ത് വെച്ചെന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച വരയിലാണ് കൊണ്ടുവന്ന് പിൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതേപോലെ ഗ്യാപ്പില്ലാതെ അറ്റം വരെ നമ്മളുടെ തുണിയുടെ എൻഡ് വരെയും കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. മുന്നിലേക്കും പിന്നിലേക്കും കൊണ്ടുവന്ന് പിൻ ചെയ്യൽ മാത്രമാണ് ഈ ബോക്സ് പ്ലേറ്റിൽ ഉള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതേപോലെ പിന്നിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് കാണുമ്പോൾ തന്നെ 1-2 പ്ലേറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പിന്നിലേക്കും കൊണ്ടുപോയി പിൻ ചെയ്ത് വയ്ക്കുന്നു. ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ്സാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ബോക്സ് പ്ലേറ്റ് ഇട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ബോക്സ് പ്ലേറ്റ് ഇടുന്നതെന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഇവിടുത്തെ തുണി ഒരു പട്ടിൻ്റെ പോലത്തെ തുണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് 3D ആയിട്ട്, ബോക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ബോക്സ് പോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തുണി അനുസരിച്ചായിരിക്കും ഈ പ്ലേറ്റ് നന്നായിട്ട് വരുന്നത്. എന്നിട്ട് ഞാനിതൊന്ന് അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയേൺ ചെയ്തപ്പോൾ കറക്റ്റ് അതിൻ്റെ ലുക്കിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റുമല്ലോ. അത് ശരിക്കും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കിട്ടും. ഇപ്പോൾ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു വിട്ടിലാണ് നമുക്ക് ഓരോ പ്ലേറ്റും കിട്ടുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിട്ടിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ യോക്ക് പാർട്ട് എല്ലാം ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അളവ് ഇത്രയും നോക്കിയിട്ട്, അതിൻ്റെ താഴത്തെ വിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ പ്ലേറ്റ് ഇട്ടിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തുണിയുടെ വിട്ട് അനുസരിച്ചായിരിക്കും നമ്മളുടെ പ്ലേറ്റുകളുടെ എണ്ണം കൂടുന്നതും. ഞാനിപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പ്ലേറ്റ് ഇട്ട ഭാഗമെല്ലാം സ്റ്റാർട്ടിങ് തുടങ്ങി ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ പിന്ന് കുത്തിയത് മാറ്റാതെ തന്നെ അടിച്ചെടുക്കുക. അതിനുശേഷം പിന്നൂരെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് പ്ലേറ്റ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ അകംവശമാണ്. ഉൾവശം നമുക്ക് ഇതേപോലെ തന്നെ ബോക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചുമ്മാ കണ്ടിട്ട് പോയത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.